ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടി ഡി സൈ സ്പോട്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോനകത്ത് കുറച്ച് കുട്ടികൾ വന്നിട്ട് ഞങ്ങളുടെ നീറ്റ് സ്റ്റോറി, ഞങ്ങളുടെ നീറ്റ് ജേണിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നീറ്റ് ജേണിനെ പറ്റിയിട്ടാണ്. എൻ്റെ പേര് സുൽത്താന, എൻ്റെ പേര് നിത. എന്തായാലും നമുക്കപ്പോൾ സ്റ്റോറിയിലേക്ക് കിടക്കാം. എൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ ഓൾറെഡി എൻ്റെ പേരൻസ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവളെന്തായാലും വലുതാകുമ്പോൾ ഡോക്ടറാക്കും അല്ലെങ്കിൽ ഡോക്ടറാവും. ഒരു പ്രായത്തിലൊക്കെ നമ്മളിങ്ങനെ ഡോക്ടറാവാ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. പിന്നെ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ചോദിക്കുമ്പോൾ പറയും എന്താവണം, ഡോക്ടറാവണം, ആസ് യൂഷ്വൽ. അത് രണ്ടല്ലേ ഉള്ളൂ, ഡോക്ടറാവാ എഞ്ചിനീയർ ആവാം. അങ്ങനെ പോയി ഒരു +1 ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ശരിക്കും എന്താണ് എൻ്റെ ഇൻട്രസ്റ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഞാൻ പൊതുവെ എനിക്ക് വരയ്ക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്, പെയിൻറ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒരു +1 ഒക്കെ ആയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുറച്ചൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ് എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കഴിവുള്ള ഫീൽഡും അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു BArch എടുക്കാം, ലൈക്ക് ഒരു ആർക്കിടെക്റ്റ് ആവാന്നുള്ളതായി പിന്നെ എൻ്റെ ഒരു സ്വപ്നം. ഞാൻ സമയത്ത് വാപ്പാടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു +2 ഒക്കെ ആയ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ആർക്കിടെക്റ്റ് ആവണം, അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ ഓൾറെഡി ലൈക്ക് അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ഒരു ഡോക്ടർ ആക്കാന്നുള്ളത്. ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം എനിക്ക് ആ സമയത്ത് ഇല്ല, എനിക്ക് ഇതിന് തന്നെ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. +2 കഴിഞ്ഞ പാടെ പിറ്റേന്ന് ചേർന്നു. ബ്രില്യൻറ്റ് പാലയിലേക്ക് നേരെ കാലെടുത്ത് വെക്കുന്നു. അല്ല, ഞാൻ തേവരയിലായിരുന്നു പഠിച്ചിരുന്നത് കേട്ടോ. എനിക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ MBBSനോടൊരു എല്ലാവർക്കും ഉള്ളൊരു പാഷനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റിപ്പീറ്റിന് ചേർന്ന സമയത്തും ഞാൻ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു. ഇനി എന്തായാലും കൊണ്ട് ചേർത്തി. അപ്പം ഇനിയിപ്പം ഒരു കൊല്ലം എന്തായാലും ഇതിനു വേണ്ടി കളയണം, പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാവാമല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് റിപ്പീറ്റിന് ചേർന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പഠിക്കുക അതായിരുന്നു റിപ്പീറ്റിന് ചേർന്ന സമയം. എനിക്ക് ആ ഒരു കൊല്ലം എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ തേവര ബാച്ചിൽ A+ ബാച്ചിലുണ്ടായിരുന്നതാണ്. അതായത് ഇത്ര എക്സാമുകൾക്ക് എത്രയോ മാർക്കിന്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ നമ്മളത് A+ ബാച്ചിൽ കയറും. A+ ബാച്ചിലുള്ളവർക്ക് നമ്മളുടെ ക്ലാസ് 4 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മണി വരേക്കും ഒരു എക്സ്ട്രാ എക്സാം ഉണ്ടാകും. അതായത് ഇവരാണല്ലോ ഇവരുടെ ഒരു കുറച്ചുകൂടെ ഹോപ്പുള്ള കുട്ടികളാണല്ലോ ഈ A+ ബാച്ചിലുള്ളവർ. അപ്പം ഭയങ്കര കട്ടി കൂടി, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഗ്രാവിറ്റി ചാപ്റ്ററിലൊക്കെ ഭയങ്കര കട്ടി കൂടിയല്ല. നമ്മളിങ്ങനെ ഏതൊക്കെയോ സ്പേസിലൊക്കെ എത്തുന്നത് വായിച്ചു കഴിഞ്ഞാൽ. അപ്പം ഞാനിത് ആക്ച്വലി എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് വായിക്കണേക്കാളും ഉപരി ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കും, എല്ലാവരും എന്നെപ്പോലെ മണ്ടന്മാരാണോ അതോ ഇനിയിപ്പോൾ അവരൊക്കെ എക്സാം എഴുതുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ സ്കാൻ ചെയ്യും. അതായിരുന്നു എൻ്റെ പണി മെയിനായിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കും നല്ല ഹോപ്പായിരുന്നു ഇത്തവണ MBBS എന്തായാലും കിട്ടും എന്നുള്ളത്. ഒരു മെയിൻ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തൊട്ടേ ഉള്ളൊരു ശീലമാണ്, ഞാൻ ഒരിക്കലും ക്ലാസ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് ലൈക്ക് അത് ഫോളോ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു പഠിത്തം എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എക്സാം ആകുമ്പോൾ കുത്തിയിരുന്ന് പഠിച്ച് മാർക്ക് വാങ്ങുക, ഇതായിരുന്നു എൻ്റെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു രീതി. അപ്പം +1 ആണെങ്കിലും +2 ആണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു. ലൈക്ക് എനിക്ക് ആകെ എൻ്റെ ഓർമ്മയിൽ നോട്ട് പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നത് മാത്സിനായിരുന്നു. കാരണം മാത്സ് ടീച്ചറിന് എനിക്ക് പേടിയായിരുന്നു. അതിൻ്റെ ഒരു മാസം ഉണ്ടാവും. ആ ഒരു മാസം ഞാൻ ഇങ്ങനെ ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് ഇരുന്ന് പഠിക്കും. എന്നിട്ട് ഞാൻ ഫുൾ A+ വാങ്ങും. നോക്കുമ്പോൾ എന്താ ബ്രില്യൻറ്റിൽ കൊണ്ട് ചേർക്കാനുള്ള മാർക്കുണ്ട്. പക്ഷേ ഞാൻ ഈ ഉണ്ടാക്കിയ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷനൊക്കെ ഞാനായിട്ട് തന്നെ ഉണ്ടാക്കുന്ന എക്സ്പ്ലനേഷനാണ്. ശരിയാണോ തെറ്റാണോ ഒന്നും അറിയാൻ പാടില്ല. ഒരു ബേസ് ഇല്ലാതെയാണ് ഞാൻ ആക്ച്വലി ബ്രില്യൻറ്റിലേക്ക് എത്തണത് തന്നെ. ബ്രില്യൻറ്റിൽ എത്തിയ ശേഷം സത്യം പറഞ്ഞാൽ NCERT ഞാൻ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. കാരണം 2020 നീറ്റാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നീറ്റ്. ആ ഒരു കൊല്ലം തൊട്ടാണ് NCERT എന്ന് പറയുന്ന ഒരു ബൈബിളായി മാറിയത് നീറ്റിൻ്റെ. അതിന് മുമ്പ് അവർ പറയെങ്കിലും കുറച്ചൊക്കെ പുറത്തുനിന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു മൈൻഡിൽ എന്തായിരുന്നു വെച്ചാൽ ഞാൻ +2 ഫുൾ A+ കിട്ടി വന്നതാണല്ലോ, അപ്പോൾ എനിക്കിനി NCERT നോക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം എനിക്ക് എത്ര ഡെപ്തിൽ NCERT പഠിക്കണം എന്നുള്ളതിനെ പറ്റി വലിയ ഐഡിയ ഉണ്ടായില്ല. ഇവർ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അത് +2 ടെക്സ്റ്റ് ബുക്ക് അല്ലേ, ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അത് ബ്രില്യൻറ്റിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവില്ല റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇരുന്ന് ചെയ്തിരുന്നത് മൊത്തം. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് ഞാൻ A+ ബാച്ചിൽ കയറി. ഇതാണ് അവിടെ സംഭവിച്ചത്. പഠിക്കാനറിയാം, പക്ഷെ എനിക്ക് ബേസ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത്. കൊറോണ വന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് മിക്കവരുടെ കേസിലും ആ ഒരു കൊല്ലം പറ്റിപ്പോയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആയിരുന്നു കൊറോണയുടെ ഒരു വരവ്. അതായത് കൊറോണ വന്നതോടുകൂടി പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകാണല്ലോ. വീട്ടിലെത്തിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജും വന്നു. അപ്പം ആ ഒരു സമയം മൊത്തം നമ്മൾ ബഹളത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ മൊത്തം പഠിത്തമൊക്കെ മുങ്ങിപ്പോയി. സിസ്റ്ററിൻ്റെ വെഡിങ് കഴിഞ്ഞ ശേഷം പിന്നെയും എനിക്കൊരു 1-2 മാസമൊക്കെ സമയം എനിക്ക് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നീറ്റ് പിന്നെയും നീട്ടായിരുന്നു. ആ ഒരു സമയത്ത് നല്ലോണം ലാഗ് വന്നൊരു സമയമായിരുന്നു ആ 2020 നീറ്റ്.
അപ്പോൾ ആ സമയത്ത് ഞാനെപ്പോഴും NCERT പഠിക്കാനല്ല ശ്രമിക്കണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ പ്ലാൻ ഫാമിലിയുടെ ഒരു ചാപ്റ്റർ ഇല്ലേ, പ്ലാൻ കിങ്ഡത്തിനകത്ത് ഒരു ആവശ്യമില്ല. അതിൽ ആക്ച്വലി പറയാത്ത ഫാമിലിനെ പറ്റിയൊക്കെ ബ്രില്യന്റിൽ അന്ന് പുറത്തുനിന്നുള്ള നോട്ട്സ് ഒക്കെ അന്ന് പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ ആ നോട്ട്സ് ഇതാണ് പഠിച്ചിരുന്നത്. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള ഫാമിലികളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ നീറ്റ് എക്സാം എത്തിട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതും ഫുൾ NCERT. എക്സാം എഴുതുന്ന സമയത്ത് അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പേപ്പർ നോക്കുമ്പോൾ ഈസി ആണല്ലോ. എനിക്കറിയില്ലായിരുന്നു ഈ എക്സാം ഈസി ആകാനുള്ള പ്രശ്നം എന്താണെന്നുള്ളത്. ഇതുവരെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ലെവൽ ഓഫ് എക്സാമിനേക്കാളും താഴ്ന്ന ലെവലാണ് എക്സാം. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് എക്സാം ഈസിയാണ്, അപ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ടാകും എന്നുള്ള രീതിയിൽ. ആക്ച്വലി മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് തവണ എനിക്ക് 599 ആയിരുന്നു, റിപ്പീറ്റ് ചെയ്ത സമയത്ത് മാർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു മാർക്കിന് അതിന് മുന്നത്തെ തവണ കിട്ടുമായിരുന്നു. പക്ഷെ ആ തവണ കംപ്ലീറ്റ്ലി പ്യുവർലി NCERT ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും, അതായത് ഈവൻ സാധാ സ്കൂളിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ചാൻസ് ഒരു കോച്ചിങ്ങും ഇല്ലാതെ ഫസ്റ്റ് ചാൻസിൽ എഴുതുന്ന പിള്ളേരുണ്ടാവില്ല, ആ കുട്ടികൾക്ക് വരേക്കും ആ തവണ നീറ്റ് ക്രാക്ക് ചെയ്യുന്നുള്ളതാണ് ആ ഒരു തവണത്തെ ഒരു സത്യാവസ്ഥ. എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. പിന്നെ എന്നിട്ട് ശിവൻ സാറിൻ്റെ വീഡിയോ വന്നു, അതായത് ഇത്തവണ എത്ര മാർക്ക് തൊട്ടിട്ടാണ് കയറാന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യമേ പറയുന്നുണ്ടല്ലോ, ഞാൻ MBBS അത്ര പാഷനേറ്റ് ഒന്നും ആയിരുന്നില്ല. നമുക്കൊരു സാധനത്തിൽ തോറ്റുപോയതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായില്ലേ, അതായത് ജസ്റ്റിനായിരുന്നു ആ ഒരു കൊല്ലം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസിന് ഇനിയിപ്പോൾ ജസ്റ്റിനല്ലേ പോയുള്ളൂ, അടുത്തവണ എന്തായാലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ വീണ്ടും റിപ്പീറ്റിന് എന്നെ കൊണ്ടാക്കാൻ പോയി. എനിക്ക് പറ്റൂലായിരുന്നു. ഞാൻ ഭയങ്കര ഫെഡപ്പ് വിത്ത് ഈ ഒരു റുട്ടീനാണെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇങ്ങനെ ആടെ പോകുന്നൊരു സംഭവമാണല്ലോ ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുണ്ട്. അന്ന് ഭയങ്കര മോശമായിരുന്നു. എങ്ങനെയാ ഞാൻ പിന്നെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വീണ്ടും ബ്രില്യൻറ്റിൻ്റെ പടിവാതിലേക്ക് എത്തി. പിന്നെ റിപ്പീറ്റിന് ചേർന്ന് എൻ്റെ മൈൻഡിൽ ഇല്ല, ഞാൻ പഠിക്കില്ല ഇങ്ങനെയായിരുന്നു. പക്ഷേ ആ സമയത്ത് സാധാ എക്സാംസ് നടക്കുമല്ലോ ബ്രില്യൻറ്റിൻ്റെ. ഓൾറെഡി ഞാൻ നല്ല ലേറ്റ് ആയിരുന്നു എൻ്റെ അഡ്മിഷൻ. കാരണം എൻ്റെ ഫസ്റ്റ് ഞാൻ അവസാനം വരെ കാത്തിരുന്നിട്ടുണ്ട്. ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് വരേക്കും ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. എൻ്റെ ഈ റിപ്പീറ്റിൻ്റെ മാർക്ക് വെച്ച് ഈ ഒരു 599 എവിടെയെങ്കിലും ലാസ്റ്റ് മിനിറ്റ് കയറുക എന്നുള്ളതിൽ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഞാൻ പോവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എനിക്ക് കേരളം വിട്ട് പഠിക്കാൻ അത്ര കംഫർട്ടബിൾ അല്ലേ. പോർഷൻസൊക്കെ ഏകദേശം തീരാനാവുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്താണ് ഞാൻ പിന്നെ അഡ്മിഷൻ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്ക റിപ്പീറ്റേഴ്സും ആ ഒരു സമയത്തായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. എനിക്കൊരു സ്പെഷ്യൽ ബാച്ച് തന്നെ ഉണ്ടായിരുന്നു, റിപ്പീറ്റേഴ്സ് ബാച്ച്. അപ്പം അന്ന് ഓൺലൈൻ ക്ലാസ്സാണ് കേട്ടോ, കാരണം കൊറോണ ആ തവണയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു മൊത്തം തുടങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചിരുന്നത്. അന്ന് എൻ്റെ കൂടെ ഉമ്മച്ചിയുടെ ഉമ്മ മാത്രമേ ഉള്ളൂ അവിടെ വീട്ടിൽ. അപ്പം കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഞാൻ പഠിച്ചില്ലെങ്കിലും ആരും കാണാൻ പോയില്ലല്ലോ. അത് ഞാൻ നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എക്സാമൊക്കെ വരുന്ന സമയത്തൊക്കെ ആ ഒരു ടൈമിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ക്വസ്റ്റ്യൻ പോയിട്ട് പകർത്തി ഗൂഗിളിൽ കൊടുക്കും, കോപ്പി പേസ്റ്റ്, എന്നിട്ട് അവിടെ നിന്ന് ആൻസർ ഇവിടെ ടിക്ക് ചെയ്യും. പക്ഷെ അവിടെയും എനിക്ക് മടിയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് ഇങ്ങനെ വാങ്ങിക്കാം. വയ്യ കഷ്ടപ്പെടാം. ഞാൻ എന്നിട്ട് വെറുതെ ഒരു 400-500 റേഞ്ചൊക്കെ മാക്സിമം ഞാൻ സ്കോർ ചെയ്ത് വെച്ചിട്ട് അടിച്ചു വെക്കും. ഞാൻ പഠിക്കൂലായിരുന്നു. പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. ആ സമയത്ത് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് കണ്ടൊരു കാര്യമാണ്, BDSൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി, ഇങ്ങനെ ഇനിയിപ്പോൾ കഷ്ടപ്പെടുന്നേക്കാളും നല്ലത് BDSന് ചേർന്നതാണ്. കാരണം അത്ര ഒരു ഫെഡപ്പായ ഒരു സ്റ്റേറ്റിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് വാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പ BDS എനിക്ക് എന്തായാലും കിട്ടും ഈ മാർക്കിന്, ഇപ്പോൾ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ട്, അപ്പോൾ ഞാനതിനെ കൊടുക്കാൻ പോവാണ്, എനിക്കിനി പറ്റൂല പഠിക്കാൻ വേണ്ടിയിട്ട്, റിപ്പീറ്റ് എനിക്കിനി പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അപ്പോൾ ഇങ്ങനെ മോട്ടിവേഷൻ തരാൻ തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, എന്താണ് ഇനിയിപ്പോൾ BDS പോകേണ്ട കാര്യമില്ലല്ലോ, ആകെ ഇനി കുറച്ച് നാളും കൂടെ ഉള്ള എക്സാമിന് വെറുതെ ഇരുന്ന് പഠിച്ചാൽ മതി. പക്ഷേ കിടന്ന് കരച്ചിലായി, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായി. അങ്ങനെ കരഞ്ഞ് വാപ്പ തന്നെ ഒരു സൈലൻ്റ് ആയിപ്പോയ സമയം, ഇങ്ങനെ നമ്മൾ രണ്ടുപേരും സൈലൻ്റ് ആയിരിക്കണം. ആ സമയത്ത് പെട്ടെന്ന് വാപ്പയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. നോക്കുമ്പോൾ എന്താ, അന്നത്തെ ബ്രില്യൻറ്റിൻ്റെ എക്സാമിൻ്റെ മാർക്ക് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഫാത്തിമ സുൽത്താന റാങ്ക് 25 ഔട്ട് ഓഫ് എത്രയോ സ്റ്റുഡൻസ്. അപ്പോൾ വാപ്പ പറഞ്ഞ്, കണ്ട നിന്റെ ഇന്നത്തെ റാങ്ക് കണ്ട, ഇപ്പോൾ മനസ്സിലായില്ലേ നിനക്ക് പഠിച്ചാൽ പറ്റും, പോയി ഇന്ന് പഠിച്ചോ. വാപ്പ കിട്ടിയത് പോയി. ഞാനിങ്ങനെ എനിക്ക് 25ാമത്തെ റാങ്കോ, എങ്ങനെ സംഭവിച്ചു? ഈ പഠിച്ചവൻ്റെയൊക്കെ നിമിത്തം എന്നൊക്കെ പറയില്ലേ,
അന്ന് സത്യം പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഓക്കെ ഇനി നീ പഠിക്കണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ എത്തി നിൽക്കാന്. ചിലപ്പോൾ ഞാൻ BDS അന്ന് സ്പോട്ട് അലോട്ട്മെന്റ് കൊടുത്ത് ഏതെങ്കിലും ഒരു കോളേജിൽ ഇപ്പോൾ BDS പഠിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കഴിയേണ്ടതായിരുന്നു. അന്നൊരു നിമിത്തം പോലെ അന്ന് എക്സാമിന് എനിക്ക് 25ാമത്തെ റാങ്ക്. എന്റെ ലൈഫിൽ തന്നെ എനിക്ക് ആദ്യമായിട്ടാണ് അത്രയും ലൈക്ക് 25th റാങ്ക് ഒക്കെ അത്രയും സ്റ്റുഡൻസിൽ എനിക്ക് ആദ്യമായിട്ടാണ്. അങ്ങനെ പിന്നെ പഠിക്കാനൊന്നും ഇരുന്നില്ല കേട്ടോ. പിന്നെ അതോടുകൂടി മാറുന്നൊരു സാധനം പിന്നെ അവിടെ നിന്ന് പോയി. എനിക്ക് തോന്നുന്ന ഒരു കഴിഞ്ഞ നോമ്പിന്റെ ഒക്കെ ഒരു സമയമാണ്, ഏകദേശം ഒരു ഏപ്രിൽ മാസമൊക്കെ ആയപ്പോഴേക്കും, അതായത് ഇനി നീറ്റിന് വളരെ കുറച്ച് സമയമുള്ളൂ, അതായത് 2 or 3 മാസമൊക്കെ ഉള്ളൂ. ആ ഒരു സമയത്ത് എനിക്ക് തോന്നി വെറുതെ ഇരുന്ന് കളയണ്ടല്ലോ. അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ കുറച്ച് നാളല്ലേ ഉള്ളൂ, അത് പഠിച്ചേക്കാം എന്നുള്ള രീതിയിലായി. അങ്ങനെ ഞാൻ പറഞ്ഞ എനിക്ക് ഹോസ്റ്റലിൽ പോയിട്ട് നിൽക്കണം, ഞാൻ എന്തായാലും വീട്ടിൽ നിന്നാൽ പഠിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് കൊറോണ ആയിരുന്നു അപ്പോഴും, പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഹോസ്റ്റൽ ഓപ്പൺ ആക്കി കുറച്ച് അവസാനത്തേക്ക്. ഞാൻ തേവര ഹോസ്റ്റലിൽ പോയിട്ട് നിന്നു. ഞാൻ അവിടെ ചെന്ന സമയത്തും അപ്പോഴും ഞാൻ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കില്ല കേട്ടോ. അതായത് റിപ്പീറ്റ് ചെയ്യുന്ന എനിക്ക് കിട്ടിയൊരു പാഠമുണ്ട്, അതായത് NCERT ഈസ് ദി ബൈബിൾ എന്നുള്ളൊരു സാധനം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബ്രില്യൻറ്റിലെ ബുക്കൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ NCERT ആയിരുന്നു എൻ്റെ എല്ലാം. ലൈക്ക് NCERT വായിക്കുക, പിന്നെ പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയ വളരെ കുറച്ച് കട്ടിയുള്ള ഒരു പ്രീവിയസ് 10 year ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ബുക്ക് ഉണ്ടായിരുന്നു. ഇത് വാങ്ങിച്ചിട്ട് ഞാൻ പോയി. ലൈക്ക് ഇത് രണ്ടും മാത്രമാണ് ഞാനൊരു ഒരു അവസാന 2-3 മാസം അവിടെ നിന്ന് ഞാൻ പഠിച്ചത്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കയ്യിൽ എനിക്ക് ഉണ്ടായിരുന്ന ബുക്ക് ബ്രില്യൻറ്റിലത്തെ റിപ്പീറ്റേഴ്സിൻ്റെ ബുക്കായിരുന്നു. ഞാൻ റിപ്പീറ്ററാണ്, എൻ്റെ കയ്യിൽ ശരിക്കും വേണ്ടത് റിപ്പീറ്റേഴ്സിൻ്റെ ബുക്കാണ്. ഞാൻ ആ ഹോസ്റ്റലിൽ ചെല്ലുന്ന സമയമാണ് ഞാനത് റിയലൈസ് ചെയ്യണം, കാരണം ഇത്രയും നാൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് റിപ്പീറ്റേഴ്സിൻ്റെ ബുക്കാണ്. കാരണം ഞാൻ തുറന്നു നോക്കിയിട്ടില്ലല്ലോ. പിന്നെ ആ ബുക്ക് ഞാൻ അധികം മൈൻഡ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫുൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതേപോലെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് വായിക്കും. കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട് ടെക്സ്റ്റ്. ഇത് NCERTയും ക്വസ്റ്റ്യൻ പേപ്പറും ബാലൻസ് ചെയ്തുള്ളൊരു പോക്കായിരുന്നു. സ്റ്റഡി റുട്ടീൻ ആക്ച്വലി എനിക്ക് ഒന്നാമത് നോമ്പായിരുന്നല്ലോ. അപ്പം ഞാൻ ഒരു അത്താഴമൊക്കെ കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ എഴുന്നേക്കുള്ളൂ. ഉച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഈ നോമ്പ് തുറക്കണതിന് കുറച്ച് മുന്നേരേക്കും കണ്ടിന്യൂസിനായിരുന്നു പഠിക്കും. എന്നിട്ട് നോമ്പ് തുറന്ന ശേഷം കുറച്ചൊരു 7-8 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു രാത്രി ഒരു മാക്സിമം 12 പോകുള്ളൂ കേട്ടോ. മാക്സിമം അത്ര തന്നെ പോകണ്ടോന്ന് എനിക്ക് ഡൗട്ടാണ്. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പിന്നെ എല്ലാ ദിവസവും എനിക്കൊരു സിനിമ അയച്ചു തരും. ആ സിനിമ ഇരുന്ന് കാണും, എന്നിട്ട് കിടന്നുറങ്ങും. ഇതായിരുന്നു എൻ്റെ റൂട്ടീൻ ആ സമയത്ത്. ലൈക്ക് സിനിമ എനിക്ക് മസ്റ്റായിരുന്നു, കാരണം എന്നെ എന്താ പറയുക മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്തൊരു സാധനമായിരുന്നു സിനിമ. ഞാൻ ഭയങ്കര ഒരു ഡൗൺ ആയിരുന്നു ആ സമയത്ത്. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു സമാധാനം എപ്പോഴും കണ്ടുപിടിക്കുന്നത് നല്ലതാണ്, ഒരു ബാലൻസ് കിട്ടാൻ നമ്മുടെ മെന്റൽ ഹെൽത്തിന്. അതായത് ഓരോ തവണ ഞാൻ പഠിക്കാൻ ഇരിക്കുമ്പോൾ ഇന്ന് ഞാൻ ഇത്ര പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ഇന്ന് രാത്രിക്ക് സിനിമ കാണാം. ഇതായിരുന്നു എൻ്റെ മോട്ടിവേഷൻ സത്യം പറഞ്ഞാൽ. കാരണം MBBS എന്ന് പറഞ്ഞൊരു മോട്ടിവേഷൻ ഇല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ആ സമയത്ത് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇല്ലാത്ത സമയത്ത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം പഠിച്ച് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പിന്നെ കിടന്നു. എന്നിട്ട് പിന്നെ ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇരുന്നിട്ട് പിന്നെ ചായ കുടിച്ചിട്ട് വീണ്ടും ഒരു 6 മണിയാകുമ്പോൾ ഇരുന്ന് പിന്നെ ഒരു 10-12 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ഇതേപോലെ സിനിമ കണ്ടിട്ട് കിടന്നുറങ്ങും. ഇതായിരുന്നു എൻ്റെ റൂട്ടീൻ. അങ്ങനെ എഴുതിയ ഫസ്റ്റ് എക്സാമിൽ തന്നെ എനിക്ക് 630 650 അങ്ങനെ എന്തോരം മാർക്കും ആക്ച്വലി ആദ്യത്തെ ഒരു 20ന്റെ ഉള്ളിൽ റാങ്കും വന്നു. ഫസ്റ്റ് അവിടെ പോയിട്ട് ഞാൻ പഠിച്ചെഴുതിയ ആദ്യത്തെ എക്സാമിൽ അതെനിക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരുന്നു. കാരണം ആരോ ഇങ്ങനെ പിന്നെയും നമ്മളടുത്ത് കീപ് ഗോയിങ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ ഫസ്റ്റ് എക്സാമിന് എനിക്ക് ആ മാർക്ക് കിട്ടിയപ്പോൾ. പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ എന്താ പറയുക ഒരു ഇഷ്ടത്തോടു കൂടെയൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ അവസാനം എക്സാമിൻ്റെ ഡേ എനിക്ക് അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് അത്യാവശ്യം ഞാൻ കൂളായിരുന്നു. പിന്നെ എക്സാം തുടങ്ങി, അങ്ങനെ ഞാൻ ബയോളജിയും തുടങ്ങി. ഇപ്പോഴും ആ റോൾ നമ്പർ ഫില്ല് ചെയ്യണ ഭാഗമായിട്ട് ഒരു കൈ വിറക്കുന്നൊരു സ്ഥലം. ഇപ്പോഴും ഞാൻ ബയോളജിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ്. എൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം ബയോളജി കെമിസ്ട്രിയാണ്. ഫിസിക്സ് എനിക്ക് കുറച്ച് വീക്കാണെന്ന് തന്നെ പറയുകയാണെങ്കിൽ. എനിക്ക് ഫിസിക്സിൽ ബുദ്ധിയുള്ളൊരു കുട്ടിയല്ല ഞാൻ. അങ്ങനെ വന്നിട്ട് എടുത്ത് ലൈക്ക് അതിങ്ങനെ സമാധാനത്തിൽ അത് മൊത്തം ഫില്ല് ചെയ്ത് കെമിസ്ട്രിയും അത്യാവശ്യം എനിക്ക് നല്ല സിമ്പിളായിരുന്നു ബയോളജിയും കെമിസ്ട്രിയും. അപ്പോൾ ഞാൻ ആ ഒരു ലെവൽ തന്നെയായിരുന്നു ഫിസിക്സിനും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 2021 നീറ്റിലെ ഫിസിക്സിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കൊല്ലത്തെ ഫിസിക്സ് എക്സാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ NCERTയിലൊക്കെ കാണൂലേ കുറച്ച് വലിയ സ്റ്റെപ്പുകളൊക്കെ എഴുതി ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ആ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് എടുക്കും. ഒരിക്കലും 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല 2021 നീറ്റിൽ നമുക്ക് ഉണ്ടായിരുന്നത്. അത് പൊതുവെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അതെല്ലാം കുറച്ചുകൂടി എളുപ്പമാക്കി എന്നാണ് ഞാൻ കേട്ടത്.
അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ഫിസിക്സ് ആദ്യം നോക്കിയില്ല. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഫിസിക്സ് എടുക്കുന്നത് കേട്ടോ. ഫിസിക്സ് എടുത്ത് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത്രയും ടൈം അവിടെ പോയല്ലോ. എനിക്ക് ലാസ്റ്റ് വളരെ കുറച്ച് ഒരു 15 മിനിറ്റ് എങ്ങാനും ബാക്കിയുള്ള സമയത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട്. പക്ഷെ എന്തോ എനിക്ക് ടെൻഷൻ വന്നില്ല എന്നുള്ളതാണ്. എന്നെ റിപ്പീറ്ററാണോ, ഞാൻ 2 വർഷം എൻ്റെ പോകും ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടുണ്ടായില്ല. ഞാനിങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് പോയി. പിന്നെ അവസാനത്ത് ഇപ്പം തീരെ സമയമില്ല. ലൈക്ക് ഇപ്പം എൻ്റെ പേപ്പർ ഇപ്പോൾ വാങ്ങും അവർ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കി ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലൊക്കെ ലൈക്ക് വായിച്ച് പരിചയമുള്ള പോലത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് ലൈക്ക് ഇതായിരിക്കും ആൻസർ. ഒരു ഈ എന്താ പറയുക കറക്കി കുത്തി ഒരു ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ ഇങ്ങനെ ഈ മുന്നേ എവിടെയോ കണ്ട പോലെ തോന്നുന്നു അങ്ങനെയുള്ള രീതി. കാരണം സമയമില്ലടി, ആ ക്വസ്റ്റ്യൻസ് അത്രയും എനിക്ക് അറ്റൻഡ് ചെയ്യാണ്ട് വിടാൻ പറ്റുന്നില്ല. ചെയ്യാണ്ട് വിടാന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് ട്രൈ ചെയ്യാത്ത പോലെയാണ്. അതിന് വേറെ ഞാൻ എന്തെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്ത് പഠിച്ചോനെ കാത്തോളം പറഞ്ഞിട്ട് ഫില്ല് ചെയ്ത് കുറച്ചൊരു 2-3 ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. എക്സാം ഹോളിൽ ഇറങ്ങുന്ന സമയത്ത് ഫിസിക്സ് ഇത്രയും കൊള്ളായതിൻ്റെ പേരിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടായ എക്സാമിന് ഇറങ്ങിയ സമയത്ത് ചോദിച്ചപ്പോൾ ഞാൻ നല്ല എക്സാം ആയിരുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഞാൻ ഹാപ്പി ഉള്ള റീസൺ എന്തായിരുന്നു അറിയോ? എക്സാം കഴിഞ്ഞ് നീറ്റ് കഴിഞ്ഞ് പിന്നെ ഞാൻ അവസാന സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടാണ് നീറ്റിന് പോയത്. എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ ശുഭാപ്തി വിശ്വാസമൊക്കെ എങ്ങനെ ആ സമയത്ത് വന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. കുറച്ചുകൂടെ സമയം ഇത്ര കൊടുക്കേണ്ടിയിരുന്നില്ല അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ലൈക്ക് അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. എക്സാമിൻ്റെ ടൈമിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ലൈക്ക് അതൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത്. അന്ന് തന്നെ വന്ന് ഞാൻ മാർക്ക് നോക്കി. അത് എല്ലാ കൊല്ലം ഞാൻ ചെയ്യാറുണ്ട്. വെറുതെ അനാവശ്യമായ ഹോപ്പ് കൊടുത്തിരിക്കണ്ടല്ലോ. നമുക്ക് അപ്പം തന്നെ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഏത് ഡയറക്ഷനിലാണ് പോകാൻ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് അടുത്ത കോഴ്സിൻ്റെ കാര്യമൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അന്ന് തന്നെ ഞാൻ മാർക്ക് നോക്കിയപ്പോൾ എനിക്ക് 620 അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ മാർക്ക്. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എനിക്ക് ആലോചിക്കാൻ കഴിയും ഇങ്ങനെ എനിക്ക് കിട്ടി. നോക്കുമ്പോൾ എന്താ ബയോളജിക്കും കെമിസ്ട്രിക്കും എനിക്ക് മാക്സിമം സ്കോർ ഉണ്ട്. അതായത് ഫിസിക്സിന് എനിക്ക് സ്കോർ കുറഞ്ഞെങ്കിലും മറ്റേതിന് ഞാൻ മാക്സിമം സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എക്സാമിന് നടക്കില്ല കേട്ടോ. കാരണം ഇപ്പോഴത്തെ എക്സാമിൽ ഫിസിക്സും കുറച്ച് എളുപ്പമാണ്. അന്നത്തെ എക്സാം ഫിസിക്സ് കട്ടി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഈ ഫിസിക്സ് അറിയാവുന്നവർക്ക് പോലും ഈ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ടൈം കിട്ടാത്തതുകൊണ്ട്. ലൈക്ക് അത് എനിക്കൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് വരികയാണ് ചെയ്തത്. മനസ്സിലായത് എല്ലാ കൊല്ലം അങ്ങനെ നടക്കണമെന്നില്ല. എൻ്റെ ടൈമിൽ എനിക്കതൊരു പോസിറ്റീവായിട്ട് അത് വന്നു. അങ്ങനെ ആ ഒരു മാർക്കിൽ എനിക്കിവിടെ ആലപ്പുഴയിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഇവിടെ എത്തി. ആക്ച്വലി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ആ ഒരു കൊല്ലം ഞങ്ങളുടെ ബാച്ചിനകത്ത് ഒരു മെജോറിറ്റി ആൾക്കാരും റീറിപ്പീറ്റേഴ്സ് ആയിരുന്നു. ഓർമ്മയില്ലേ? ഒരുപാട് പേര് റീറിപ്പീറ്റേഴ്സ് ആയിരുന്നു. എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ സ്റ്റോറി. ഇനി അപ്പോൾ 10th ഒക്കെ എത്തിയപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ലൈക്ക് ചിന്തിക്കുക. +1 ചൂസ് ചെയ്യണമല്ലോ, ഏതാ ബയോസ്ട്രീം ചൂസ് ചെയ്യേണ്ടതുകൊണ്ട്. അപ്പോഴാണ് എൻ്റെ ഇക്കാക്കും ഇതേപോലെ നീറ്റ് കിട്ടി. ആ ഒരു സമയമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇക്കാക്ക് ഇത് എടുത്തുകൊണ്ട് എനിക്കും മനസ്സിൽ ആ ഒരു രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. ലൈക്ക് നീറ്റ് എടുക്കാം, നീറ്റ് ചെയ്യാം അങ്ങനെ. അപ്പോൾ വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. എനിക്ക് ഇഷ്ടമുള്ള 2 സബ്ജക്ട്സ് ആയിരുന്നു. ഒന്ന് ബയോളജിയും പിന്നെ മാത്സ് ആയിരുന്നു. അപ്പം മാത്സിനകത്ത് എനിക്ക് അത്ര ഫ്യൂച്ചർ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് അത്ര നോക്കുന്നുണ്ട്. ഞാൻ ബയോ എടുത്തു. അപ്പം ഓൾറെഡി ഇക്കാക്ക് റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് ഇക്കാക്കും +1 +2 നോക്കിയത്. അപ്പോൾ എന്നെയും അതേപോലെ +1 +2 തന്നെ ചേർത്തി, പാലയിൽ ചേർത്തി. ഞാൻ സെൻറ്റ് വിൻസെൻറ്റിലാണ് പഠിച്ചത്, പാലയിൽ. അപ്പോൾ +1 +2 അവിടെ പോയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഫസ്റ്റ് എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുന്നല്ലാതെ എന്താ ഇതിൻ്റെ ഒരു മെത്തേഡ് ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അവിടെ എത്തുമ്പോഴാണ് കാണുന്നത്. ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ നമുക്കവിടെ സ്റ്റഡി ഹാളിൽ പോകണം. എന്നും ക്ലാസ് കഴിഞ്ഞാൽ സ്റ്റഡി ഹാളിൽ പോയിട്ട് പഠിക്കണം. സ്റ്റഡി ഹാളിൽ പോയപ്പോഴാണ് കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ വലിയ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് ഫസ്റ്റ് ഡേ ലൈക്ക് ഫസ്റ്റ് സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോൾ തന്നെ ബുക്സൊക്കെ എടുത്ത് വന്ന് സോൾവ് ചെയ്യാൻ തുടങ്ങി. അന്ന് എന്താ സബ്ജക്ട്സ് പോലും എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ എനിക്ക് ഇവർ എന്തിനാ ഇത്രയൊക്കെ പഠിക്കുന്നത്, എന്താ ഇത്രയൊക്കെ പഠിക്കാണ്ടോന്നൊക്കെയുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഒരു 5 മാസമൊക്കെ നമ്മൾ ഫുൾ ചിൽ ലൈഫായിരുന്നു. പ്രത്യേകിച്ചൊന്നും പഠിക്കാണ്ട് ക്ലാസ്സിൽ പോവും, അല്ലാതെ വന്നിട്ട് ഇങ്ങനെ പഠിക്കുക, എക്സാംസ് സീരിയസ് ആയിട്ട് എടുക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു 5 മാസം കഴിഞ്ഞപ്പം ഒരുവിധം നമ്മൾ ക്ലാസ്സിലുള്ളവരൊക്കെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതേപോലെ A+ ബാച്ച് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കിങ്ങനെ നല്ല റാങ്കിൽ വരുന്ന 5 പേരെ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുത്തും. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് അതിരിക്കുന്നവരിക്കും, നമ്മളതിലൊന്നും പെട്ടില്ല. 5 മാസം കഴിഞ്ഞപ്പം പഠിക്കാൻ തുടങ്ങി. പിന്നെ ഭയങ്കര പഠിത്തമൊന്നുമല്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കും, എക്സാം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കും. അങ്ങനെ ഭയങ്കര റാങ്ക് ഒന്നുമില്ല, ഒരു നോർമൽ ഫ്ലോയിൽ ഇങ്ങനെ പോയി. +1 കഴിഞ്ഞു. ആയപ്പോഴാണ് കൊറോണ വന്നത്.
വീട്ടിൽ പോയതോടെ പിന്നെ ഇല്ല താളവും തെറ്റി തല കുത്തനെയായി. അത് നമ്മളവിടെ ഹോസ്റ്റലിൽ നിന്നിട്ട് ഒരു സമാധാനത്തിന് പോകുന്ന സ്ഥലമാണ് വീട്. ആ വീട്ടിൽ പോയിരുന്ന എന്തായാലും പഠിക്കില്ല. +2 ഒരു നവംബർ വരെ ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ നമുക്കാകെ ഉണ്ടായിരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളെ സ്കൂളുകാരധികം നമ്മളെ മൈൻഡ് ചെയ്യില്ല. അവർക്ക് അറിയാം നമ്മൾ എൻട്രൻസിന് വന്നതാണ്. അപ്പോൾ ബ്രില്യൻ്റാരാണ് നമ്മൾ നോക്കുക മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നവംബർ ആയപ്പോഴത്തേക്ക് അവർ പോർഷൻസ് തീർത്തിട്ട് മെയിൻ മോഡൽ എക്സാംസ് ഇടാൻ തുടങ്ങി. അപ്പോഴാണ് ബോധം വരുന്നത്. കാരണം പോർഷൻ തീർത്തു, മോഡൽ എക്സാം ഇട്ട് തുടങ്ങി, ഹോൾ യൂണിറ്റ് ഒക്കെ ആയിട്ട് എക്സാം തുടങ്ങും. അപ്പോൾ അതിനകത്ത് മാർക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായിരുന്നു ഒന്നും അറിയില്ലെന്ന്. ആദ്യത്തെ എൻ്റെ മാർക്സ് 100 ആയിരുന്നു, 100, 120. അപ്പോൾ അത് നവംബറിലെങ്ങാണ്ട്, നവംബർ 2020 സെപ്റ്റംബർ നവംബറിലൊക്കെ. അപ്പോഴാണ് ഒന്നും അറിയില്ല എന്ന് മനസ്സിലായത്. വീട്ടിലുള്ളത് ഒന്നും പഠിക്കുന്നുമില്ല. പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു വീട്ടിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്. കാരണം ദിവസം ഒരു 1-2 മണിക്കൂറൊക്കെ പഠിച്ച് പിന്നെയും വെറുതെ ഇരിക്കും. പക്ഷേ പിന്നെ ഫോണിലും യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ സമയം കളയും. അങ്ങനെ കുറേ കാലം ഇങ്ങനെ ഭയങ്കര ലാഗായിട്ടുള്ള പഠിത്തമായിരുന്നു. പക്ഷേ കുഞ്ഞു പ്രോഗ്രസ് ഉണ്ടായി. എനിക്ക് എന്തായാലും ഈ ഒരു മാർക്ക് കറക്റ്റ് അറിയണമെന്നുണ്ട്. കാരണം എനിക്ക് ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിഞ്ഞാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അത് 100, 200 ആയി, 200, 300 ആയി. അപ്പം ഇങ്ങനെ ഗ്രാജുവൽ പ്രോഗ്രസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബോർഡ് എക്സാംസ് വന്നു. അങ്ങനെ നമ്മൾ കുറച്ചു കാലം ഹോസ്റ്റലൊക്കെ പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ പോകുമ്പം ഹോസ്റ്റലിൽ പോയാൽ പഠിക്കും. പക്ഷേ കൊറോണ ആയതുകൊണ്ട് നമ്മൾ ഹോസ്റ്റലിൽ വിടുന്നുണ്ടായില്ല. ആകെ എക്സാമിന് പോയിട്ട് തിരിച്ചു വന്നെന്നുള്ള പോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് പിന്നെയും പഠിക്കാൻ നോക്കിയപ്പോൾ പിന്നെ ഇത് തന്നെ പ്രശ്നം. ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോകും. ഭയങ്കര സപ്പോർട്ടുമായിരുന്നു. എൻ്റെ ഉപ്പൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഉപ്പ ഇങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല പഠിക്കാം, എല്ലാവർക്കും ഉള്ളതാണ്, എങ്ങനെ മാർക്ക് എത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ആദ്യം ഇക്കാക്കയുടെ ഒരു ജേർണി പോലെ തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും, കുഴപ്പമില്ല. ഇനിയിപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, റിപ്പീറ്റ് ചെയ്യാം. ഭയങ്കര എന്നെ എത്രത്തോളം ഇതിനകത്ത് സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റുമോ അത്രയും ആദ്യമില്ല ഞാൻ പോയിട്ടുണ്ടായത്. ഭയങ്കര കൂളായിരുന്നു. എനിക്കിങ്ങനെ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായില്ല. അങ്ങനെ ഒരു മാർച്ച് കഴിഞ്ഞ് ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്ക് 500 എത്തി. ആ 500 എത്തിയ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ 500 എത്തി. എക്സാമിന് ഇനി 1-2 മാസം 3 മാസം. അന്ന് എക്സാം ആദ്യം നേരത്തെ ആയിരുന്നല്ലോ, പിന്നെ നീട്ടി സെപ്റ്റംബർ ആയതല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. നീ വീട്ടിലിരുന്നാൽ പഠിത്തം നടക്കൂല, സ്ലോ ആ. കാരണം ഈ പഠിത്തം പോയിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു അടുത്തെല്ലാം എക്സാമൊക്കെ ചിലപ്പോൾ കിട്ടും. ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ട് അസ. അപ്പോൾ അവളുടെ വീട് കോഴിക്കോടാണ്, എൻ്റെ വീടും കോഴിക്കോട്. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഒരുമിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊരു ഫ്ലാറ്റ് എടുത്തിട്ട് നിൽക്കാം. അതാകുമ്പോൾ 2 പേർക്കും വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ അവളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഫ്ലാറ്റിൽ നമ്മൾ നിന്ന് അവിടെ നിന്ന് ഇരുന്ന് പഠിക്കുന്നത്. ഞാൻ 1 മാസം അവിടെ പഠിച്ച് പിന്നെ വേറൊരു ഫ്രണ്ടും കൂടെ വന്നു, സാന്ദ്ര. അപ്പം നമ്മൾ 3 പേരും കൂടെ ആയിരുന്നു അവിടെ ഇരുന്ന് പഠിച്ചത്. ലാസ്റ്റ് 2 മന്ത്സൊക്കെ നീറ്റിൻ്റെ തൊട്ട് മുന്നത്തെ മന്തൊക്കെ അവിടെ പിന്നെ എൻ്റെ പ്രോഗ്രസ്സും 600 ഒക്കെ എത്താൻ തുടങ്ങിയത് അവിടെ എത്തിയിട്ടാണ്. പിന്നെ എക്സാമിന് അടുപ്പിച്ചാണ് ഈ 600 എത്തി തുടങ്ങിയത്. അങ്ങനെ എക്സാമിൻ്റെ ദിവസം എത്തി, എക്സാം എഴുതി തുടങ്ങി. ഞാൻ ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്ന പോലെ ബയോ ചെയ്ത് കെമിസ്ട്രി ആയിരുന്നു എൻ്റെ വീക്ക് പോയിൻറ്റ്. എനിക്ക് കെമിസ്ട്രി ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പഠിക്കാൻ. 10th വരെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റിലൊന്നായിരുന്നു കെമിസ്ട്രി. പക്ഷേ +1 +2 ഇഷ്ടമില്ലായിരുന്നു, പ്രത്യേകിച്ച് ഇനോർഗാനിക്. ഞാൻ S ബ്ലോക്ക് P ബ്ലോക്കൊക്കെ പഠിക്കാണ്ടാ പോയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ കെമിസ്ട്രി എത്തിയപ്പോൾ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം എനിക്ക് അറിയില്ല, കുറേ സാധനങ്ങൾ അറിയില്ല. അപ്പോൾ ഞാൻ നേരെ ഫിസിക്സിലേക്ക് പോയി. കാരണം ഫിസിക്സ് എനിക്കിഷ്ടമായിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു. ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ നേരെ കെമിസ്ട്രി അറിയാത്തതുകൊണ്ട് ഫിസിക്സിലേക്ക് പോയി. ഫിസിക്സ് പോയെച്ചാൽ എനിക്ക് കെമിസ്ട്രിയിൽ ആ സമയം ഇട്ടിട്ടും കാര്യമില്ല, കാരണം എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഫിസിക്സിൽ ആ സമയം ഇട്ട് ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് പിന്നെയാണ് കെമിസ്ട്രിയിലേക്ക് പോയത്. അപ്പോഴേക്ക് എനിക്ക് സമയമില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറേയൊക്കെ. അപ്പം എനിക്ക് ആക്ച്വലി മാർക്കിലും അത് തന്നെ, എനിക്ക് കെമിസ്ട്രിയിൽ അധികം മാർക്കില്ല. ഫിസിക്സും ബയോയിലും അതിനേക്കാളും ഫിസിക്സിന് എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സമയമില്ലാത്തതും ഈ കെമിസ്ട്രി എത്തിയപ്പോഴത്തേക്കും സമയമില്ല. അപ്പോൾ അങ്ങനത്തെ ലാസ്റ്റ് ആയപ്പോൾ ടെൻഷനായി. കാരണം തീരുവില്ല എന്നുള്ളൊരു സാധനം എത്തി. അത് ആ പോയിന്റ് എത്തിയത് കെമിസ്ട്രിയിലുള്ളപ്പോഴാട്ടോ. കെമിസ്ട്രിയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായി ഓൾറെഡി കുറച്ച് ലാഗായിട്ടുണ്ട്, തീരുവില്ല എന്നുള്ളത്. എങ്ങനെയോ എക്സാം എഴുതി തീർത്ത് ഇറങ്ങി ഞാൻ പുറത്തെത്തിയതും കരച്ചിലായിരുന്നു. കരച്ചിൽ ഞാൻ കരയാണ്ട് ഇങ്ങനെ വീട്ടുകാരെടുത്ത് എത്തുന്നവരെ ഞാൻ കരയാണ്ട് നിന്നിട്ടോ, കരഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. വീട്ടിലെത്തിയിട്ട് ഇവരെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചത് ഞാൻ കരഞ്ഞു. പിന്നെ ഇവരൊക്കെ എന്നെ ആശ്വസിപ്പിച്ച് കുഴപ്പമില്ല എന്തിനാ കരയണേ, എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുക, കുഴപ്പമില്ല. ദിവസമൊക്കെ നോക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് ടഫായിരുന്നു, പേപ്പർ ടഫായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാൻ തുടങ്ങി. ഫിസിക്സ് ടഫായിരുന്നു ഒക്കെ ഉള്ളത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും സമാധാനിപ്പിക്കാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ടഫ് നോക്കിയാലേ സമാധാനം വരുള്ളൂ. അപ്പോൾ എനിക്കാണ് മാർക്ക് കീ വന്നിട്ടില്ല, കീ വരുന്നത്. കീ വന്നിട്ട് നോക്കി അപ്പോഴാണ് 610 615 ആ റേഞ്ചിൽ. പിന്നെ ഉള്ളത് 2 ഡൗട്ടുള്ള ദിവസം അങ്ങനെ എന്തുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക്
ആയപ്പോഴത്തേക്ക് വീട്ടുകാർക്കൊക്കെ സമാധാനം, ഇതിനാണ് ഇപ്പം ഇവിടെ ഇത്രയും കരഞ്ഞെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്കൊരു സമാധാനമായി. പക്ഷെ ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് ഐ വാസ് നോട്ട് ഹാപ്പി. എന്ന് വെച്ചാൽ 610 കോഴിക്കോട് കിട്ടൂല എന്നായിരുന്നു എൻ്റെ സങ്കടം. ഇതൊക്കെ കോഴിക്കോടായിരുന്നു. അപ്പോൾ കോഴിക്കോടിൻ്റെ എല്ലാ ഗുഡ് പോയിന്റ്സ് ഞാൻ കണ്ട് അത് കണ്ട് വളർന്നാണ് ഞാൻ. ബെസ്റ്റ് കോളേജ് കോഴിക്കോടാണ്. മെയിൻ മോട്ടിവേഷൻ വാസ് കോളേജിൽ എത്തുക, കോളേജ് ലൈഫ് കുറച്ച് ലൈക്ക് ഫ്രീ ഉള്ള ലൈഫല്ലേ, അതിലേക്ക് എത്തുക എന്നുള്ളത്, അല്ലാണ്ട് ഡോക്ടർ ആവുക എന്നുള്ളതെന്നല്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഡോക്ടറിനോടുള്ള പാഷൻ അങ്ങനെ വന്നതല്ല. എനിക്ക് ഒരു കരിയർ വേണം. അപ്പോൾ MBBS ഒരു സേഫ് സെക്യൂർ ഓപ്ഷൻ ആയിട്ട് തോന്നി. ഇതിന് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ ആയിക്കോട്ടെ പോവാം, ലൈക്ക് അങ്ങനെയുള്ള ആളാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എനിക്കായിട്ടൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ ഇതൊക്കെയായിരുന്നു. നീറ്റ് കിട്ടിയാൽ കോളേജിൽ പോവാം, ഐപാഡ് വാങ്ങിച്ചിരാന്ന് പറഞ്ഞിട്ടേ അത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ കോഴിക്കോട് എൻ്റെ തലയിൽ ഇങ്ങനെ ഉണ്ട്, ലൈക്ക് ഇതാണ് നല്ല കോളേജാണ്, ഇവിടെ കയറണം. ഓൾറെഡി കാക്ക അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിന് താഴെ പോകാൻ പാടില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സങ്കടം. എനിക്ക് കോഴിക്കോട് കിട്ടൂലല്ലോ എന്നുള്ള ഇതിലേക്ക് ഞാനൊരു 1 വീക്കോളം അതിൻ്റെ പേരിൽ ഡസ്റ്റ് പോയിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ എത്ര സില്ലിയായിരുന്നു തോന്നിപ്പോണ്ട്. അപ്പോൾ എന്നോട് പറയും അങ്ങനൊന്നുമില്ല, എല്ലാ കോളേജും നല്ലതാണ്, എല്ലാ കോളേജിലും നല്ല എക്സ്പീരിയൻസ്. എന്തിനാ ഞാനങ്ങനെയൊക്കെ ആക്കിയാൽ കോളേജ് ലൈഫൊക്കെ എല്ലാ കോളേജിലും കിട്ടും. അത് കോഴിക്കോട് എന്നല്ല, കോഴിക്കോട് കുറേ ടൗൺ ഏരിയ ആണ്, പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് അടുത്താണ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനം ഉണ്ടെന്നല്ലാതെ കോളേജ് എല്ലാം കോളേജ് ലൈഫ് ഉണ്ട്. അക്കാഡമിക്സ് ഓൾമോസ്റ്റ് സെയിം ആണ്, പഠിക്കാനുള്ളതൊക്കെ തന്നെയല്ലേ ഇവിടെ, അതെല്ലാവർക്കും സെയിം ആണ്. സിറ്റി നമുക്ക് പുറത്തു പോകാനൊക്കെ ഉള്ള ഒരു ആക്സസും കടകളും അതൊക്കെ ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ കോഴിക്കോട് സ്ഥലത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്, അല്ലാതെ അധികം ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. ആക്ച്വലി ഇവിടെ വന്ന ശേഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു ഫസ്റ്റ് 5 ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടല്ലോ, കോഴിക്കോട്, ട്രിവാൻഡ്രം, അങ്ങനെ ഒരു ഓർഡർ ഉണ്ടല്ലോ. അപ്പം അത് ഫോളോ ചെയ്ത് പോകുമ്പം ആലപ്പുഴ 5th 1 ആണ്. അപ്പം നമുക്ക് കിട്ടുന്നതിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഓർഡറിൽ എപ്പോഴും കൊടുക്കുക, അലോട്ട്മെന്റ് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ റിയലൈസ് ചെയ്തൊരു കാര്യം, ആദ്യം ഒരു ഫസ്റ്റ് ഇയർ മേ ബി ഒരു സെക്കൻഡ് ഇയർ പകുതി വരെയൊക്കെ നമുക്ക് തോന്നും വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിന്നാൽ കുറച്ച് ഫ്രീഡം നമുക്ക് കിട്ടും, അങ്ങനത്തെ ഒരു ചിന്തകൾ നമുക്ക് ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ ഒരു കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അത് ഫീൽ ചെയ്യും. അതായത് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്നുള്ളൊരു കാര്യം. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരുമല്ല. ഈ ഒരു പുറത്ത് പോകുന്നതാണെങ്കിലും, കാരണം ഇപ്പോഴൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നമുക്കിപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഹോസ്റ്റലിൽ കയറാത്ത പിള്ളേരായിരുന്നു. അതായത് ഫുൾ പുറത്തുപോയി ഫുഡ് കഴിക്കുക, ഒരുപാട് ദൂരമല്ല, അല്ല ജസ്റ്റ് ഇപ്പൊ കോളേജിലാണെങ്കിൽ തന്നെ അകത്തോട്ട് കയറൂല, ഹോസ്റ്റൽ കയറിയിരിക്കൂല. കോളേജിൽ ആ ഒരു കൊല്ലം അല്ലെങ്കിൽ കൂടിപ്പോയ പിന്നെ മടിയാകും സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ തന്തവൈബ് എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ നമ്മള് വലുതാവുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കാം. പുറത്തു പോകാൻ നമുക്ക് മടിയാകും. നമുക്ക് പരമാവധി വെറുതെ കിട്ടുന്ന സമയം വെറുതെ കിടന്നുറങ്ങാനൊക്കെ തോന്നുള്ളൂ. അപ്പം അതൊക്കെ വളരെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കണം എന്നില്ല. ഇപ്പൊ ഞങ്ങൾക്കൊരു പിന്നീട് ഒന്ന് തിരിച്ചു പോയൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീടിന്റെ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ കോളേജ് നോക്കിയിരിക്കും. എനിക്ക് അത് മാത്രമാട്ടോ ഇവിടെ ആലപ്പുഴ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഇപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം ഒരു ട്രാവൽ വരും, അത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആകും. കാരണം 2 ദിവസം ലീവിനൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായി. അപ്പം ആ ഒരു കാര്യം ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ആലപ്പുഴ ആയതുകൊണ്ടല്ല, ദൂരം കോഴിക്കോട് നിന്ന് ഇവിടെ എത്തേണ്ടത് കൊണ്ടുള്ള പ്രശ്നമാണ്. ദൂരം നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ പെരിഫറൽസ് ആണ്. ആദ്യമുള്ളത് നമ്മൾ ഇഷ്ടത്തിനുള്ള കോളേജ് എടുക്കുക. അതിൽ പറഞ്ഞു തന്നത് അതാണ്. കോഴിക്കോട് കിട്ടാത്തതിലുള്ളൊരു സങ്കടം ഉണ്ടായി. പിന്നെ ഞാനത് മാറ്റിയത് കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ മാറ്റിയതാണ്. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പം വലിയ ഇതില്ല. എന്നോട് ചോദിക്കും എന്തിനാ ഒരു കൊല്ലം കളയാനോ, അടുത്ത കൊല്ലം എത്ര മാർക്ക് കിട്ടുമെന്ന് പോലും അറിയില്ല. അല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയാണല്ലോ, ലൈക്ക് റിപ്പീറ്റ് ചെയ്ത കോഴിക്കോട് കിട്ടുമായിരിക്കുമല്ലോ. ഇപ്പൊ താഴെയുള്ള കോളേജില് ചിന്തിക്കരുത് എന്റെ പൊട്ടബുദ്ധിയിൽ അന്ന് തോന്നിയതൊക്കെ നന്നായി ഫോക്കസ് ചെയ്ത് എത്ര നന്നായി മാർക്ക് വാങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിലും നീറ്റ് എക്സാമിന്റെ അന്ന് നമുക്ക് എന്നാ സംഭവിക്കാന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പം ഇത്തവണ നമുക്ക് എവിടെയെങ്കിലും ഒരു കോളേജിൽ കയറി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അവിടെ പോവാൻ നോക്കുക. കാരണം എങ്ങനെയൊക്കെ വന്നാലും എല്ലാ കോളേജും ഒരേപോലെ കോളേജ് ലൈഫ് ഉണ്ട്. ചെയ്യാൻ പോണ ആരുമില്ല, ഞാൻ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഒരു കൂട്ടുകെട്ട് കിട്ടും, എവിടെയാണെങ്കിലും നമുക്കൊരു ലൈഫ് ഉണ്ടാകും. പിന്നെ ഇതൊക്കെ വളരെ ടെമ്പററി ആണ്. ഈ MBBS എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെയാണ് വന്നത്, ഇപ്പൊ ഫൈനൽ ഇയർ ആയി. അതായത് വളരെ പെട്ടെന്ന് പോണ ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു വർഷം കളയാ. ഇനിയിപ്പോ വർഷം കളയാൻ മാത്രമല്ല കേട്ടോ, ഒരു കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ. മനസ്സ് മാറിട്ടോ, ബുദ്ധി വെച്ചു. എന്നിട്ട് അലോട്ട്മെന്റ് കൊടുത്തു. ആദ്യം എറണാകുളത്ത് കയറിയപ്പോഴാണ് എറണാകുളത്ത് പോയത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കുറേ പേര് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കയറി, കോളേജിൽ പോയിട്ടില്ല. പക്ഷെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, വാട്സപ്പ് ഗ്രൂപ്പ്, ഭയങ്കര നല്ലായിരുന്നു. അതായത് അവിടുത്തെ
ആഹ്ലാദിപ്പിൻ ആർമാദിപ്പിൻ അതിപ്പോഴും ഉണ്ട് ആ ഗ്രൂപ്പ്. ആ ഫസ്റ്റ് അലോട്ട്മെന്റ് പോയപ്പോൾ കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഉണ്ടാക്കിയ ഒരു ബോണ്ട് അത് ഭയങ്കരമായിരുന്നു. നമ്മൾ ഭയങ്കര അതോടുകൂടി ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരു എക്സ്ട്രോവേർട്ടായി മാറി. ആ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവരും മെസ്സേജ് അയക്കും, എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട്. ആ ഫ്രണ്ട്സ് നമ്മൾ മീറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായി. കാരണം സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടുമ്പോൾ പകുതി പേരും പോകും. അപ്പോൾ അത് ഭയങ്കര മിസ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ആ ഫ്രണ്ട്സായിട്ട് തന്നെ കുറച്ചൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് അവരെ ഇപ്പം കാരണം നമുക്ക് എല്ലാ കോളേജിലും ഇപ്പം ഫ്രണ്ട്സ് ഉണ്ടാവും. അലോട്ട്മെന്റ് അത് മാത്രമല്ല, സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ ആകുമ്പോഴേക്കും ഓൾറെഡി നമ്മൾ എത്തുന്ന കോളേജിൽ ഓൾറെഡി കുറച്ചൊക്കെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ഫ്രഷർ ആയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെല്ലുന്നുണ്ടാവും. അപ്പോൾ വരുമ്പോൾ നമുക്ക് ന്യൂ ആയിരിക്കും. അപ്പം അതുകൊണ്ട് പക്ഷേ നമുക്ക് എന്താന്ന് വെച്ചാൽ എറണാകുളത്തിന് നെക്സ്റ്റ് ആയിട്ട് വരുന്ന റാങ്കിൽ വരുന്ന ആലപ്പുഴ. അപ്പം മാക്സിമം ഉള്ള ആൾക്കാരും ഇങ്ങോട്ട് തന്നെയായിരുന്നു. ഒരു 10-12 പേര് സെറ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് നമ്മൾ തന്നെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും. ആക്ച്വലി ആ ഗ്രൂപ്പില് ഇവരുടെ ആ ഗ്രൂപ്പ് നമ്മുടെ ഇപ്പത്തെ ഗ്രൂപ്പില്ലേ TDC സ്പോർട്ടിനകത്ത് എല്ലാരും അതാണ്. ഞാനും റയാനും. ബാക്കി എല്ലാരും നമ്മൾ എറണാകുളത്ത് നിന്ന് പരിചയപ്പെട്ട് വന്നതാ. ഇവളെ നമുക്ക് കിട്ടിയത് നെക്സ്റ്റ് റോൾ നമ്പർ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് അങ്ങനെ നെക്സ്റ്റ് റോൾ നമ്പേഴ്സ്. കാരണം ഫിസിയോളജിയിൽ ബ്ലഡ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടാവല്ലോ. അപ്പൊ ബ്ലഡ് കുത്തണമെങ്കിൽ ചിലപ്പം അടുത്തുള്ള ആളെ ബ്ലഡ് ഒക്കെ എടുക്കും. അങ്ങനെ വന്ന പേരാണെന്നാണ് പൊതുവെ മെഡിക്കൽ കോളേജിൽ പറയാം. അപ്പൊ അങ്ങനെ TDC സ്പോർട്ട്. സോ അതാണ് ഞങ്ങളുടെ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്ന ഞങ്ങളുടെ MBBSന്റെ സ്റ്റോറി. സോ ഇതുപോലെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളൊരു 6 പേരുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോ ഷെഡ്യൂളാണ് എക്സാംസ് ഉള്ളത്. അവരുടെ സ്റ്റോറി ഇവരുടെ ഒരു ഫ്രീ ആവുന്ന സമയം നോക്കിയിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ എന്തായാലും പിന്നെ കാണാം. ബൈ.